ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ടയാണ് കേട്ടോ. പത്തനംതിട്ട നമ്മുടെ റാന്നിയിലോട്ട് പോകുന്ന വഴിക്ക് വൈക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വനജ ടീച്ചറും പിള്ളേരും എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ വനജ ടീച്ചറും പിള്ളേരും. അപ്പോൾ അവരുടെ അതിൽ ഹരിച്ചേട്ടൻ, അതിലുള്ള ഹരിച്ചേട്ടൻ്റെ വൈകിട്ട് ഒരു കടയൊക്കെ ഉദ്ഘാടനം, ഒരു തുന്നൽ കട. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വൈക്കത്ത് നമ്മളൊരു ക്രിസ്ത്യൻ പള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളതാണ് ആ ക്രിസ്ത്യൻ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് വരെ കാണിച്ചിരുന്നായിരിക്കും, ഉദ്ഘാടന കാര്യങ്ങളെല്ലാം കാണിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ കാഴ്ചയിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. അതൊന്നും കൂടെ ചെയ്തിട്ടില്ല. മന്ദിരപ്പടി ഇപ്പം നിങ്ങൾ അങ്ങോട്ടത് പോയില്ലോ റാന്നിക്ക്? അല്ല തോക്കോളി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കും തോക്കോളിക്കും ഇടയ്ക്കാം. അങ്ങനെ താരങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ. വനജ ടീച്ചറും പിള്ളേരുള്ള ലാസ്റ്റ് ആൾക്കാർ പാർട്ടികളൊക്കെ അങ്ങനെ അതാ വിൽക്കാൻ പറ്റിയിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ കടകൾക്ക് വിൽക്കാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ലഡു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജേട്ടനും നമ്മുടെ സുഹൃത്തേട്ടനുമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എങ്ങനെ സംസാരിച്ചൊക്കെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ടൈം ആയിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കായിട്ടൊക്കെ ഓരോരുത്തർ ഇരിക്കുന്ന ആൾക്കാർക്ക് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരിച്ചേട്ടൻ അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞത് കാരണം അവരെല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ ചെന്ന് നിന്നോട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വരുന്ന ആൾക്കാർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഇവിടെ തയ്യാറാക്കി വയ്ക്കുന്നുണ്ട്. ബിസ്ക്കറ്റും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ തയ്യാറാക്കി വയ്ക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു ഉദ്ഘാടനമായിരുന്നു. ഒരു ചെറിയ രീതിയിൽ ഒരു കൊച്ചു കടയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഉദ്ഘാടനമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ നമ്മുടെ ലുങ്കിയും നൈറ്റി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസും ഇതൊക്കെ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതായത് പുതിയ ഐറ്റം നമ്മുടെ ഒരു മെഷീനും പിന്നെ സാധാ ടൈപ്പ് ഒരു മെഷീനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചേച്ചിക്ക് തയ്ക്കാൻ പറ്റുന്ന മെഷീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ വിളക്ക് എത്തിച്ചു. പിന്നെ നമ്മളിതാ DSNR ബ്ലോഗ്സ് ഉണ്ടല്ലോ, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ വ്ലോഗ്സ് വിഷ്ണു, പിന്നെ പ്രതീഷ് ലഡു, ബിസ്ക്കറ്റ്, ഉണ്ണിയപ്പം ഇങ്ങനെയുള്ള എല്ലാം തയ്യാറാക്കി വയ്ക്കുന്നുണ്ട്. ചായയും എല്ലാം റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവർ നമ്മുടെ ഇവിടുത്തെ ഇതിനെക്കുറിച്ചുള്ള വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം പോകുന്നുണ്ട് കേട്ടോ. മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് എല്ലാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കാണുന്നത് നമ്മുടെ ഹരിച്ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അത് പിന്നെ ഹരിച്ചേട്ടൻ്റെ വൈഫിനെയാണ് നമ്മളത് കണ്ടത്. നമ്മുടെ ഈ കടയുടെ ഓണറാണ്. ഹരിച്ചേട്ടന് നൈറ്റി പുറത്ത് തൂക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വളരെ സന്തോഷം. അതെ തീർച്ചയായും. എന്തെങ്കിലും പറയാതെ അല്പം എടുത്താലോ.
ഒരു മിനിറ്റ്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഐറ്റം വേറെ പ്രിയങ്കരനായ നമ്മുടെ മിത്രം സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനെല്ലാം കൂടിയായ നമ്മുടെ ഹരിചേട്ടൻ്റെ ഭാര്യയുടെ കടയാണ്, തുണിക്കടയാണ്, തയ്യൽക്കട എല്ലാം ഉണ്ട്. എല്ലാ സംരംഭവും ഇതിനകത്ത് നല്ലൊരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത്. വനജ ടീച്ചറുടെ തയ്യൽക്കട നല്ലൊരു പേരുമാണ്. അപ്പോൾ അത് എല്ലാവരും ഈ കടയുമായിട്ട് ബന്ധപ്പെടുക, ഇതുമായിട്ട് സഹകരിക്കുക, പ്രോത്സാഹനം ചെയ്യുക, ഇത് മുൻപോട്ട് വിജയപ്രദമാക്കി തീർക്കുക. ഞാൻ എല്ലാവരോടും പറയാം. ഒരുപാട് സന്തോഷം. ചേച്ചിയോട് ഇങ്ങോട്ട് കയറിയിരിക്കാം. ചേച്ചി ഇത് മെയിനായിട്ട് നിന്റെ കൈ ഞാൻ പറയാം. നീ ഞങ്ങൾ പിടിക്കണം, ബാക്കി ഞങ്ങൾ ചുമ്മാ സപ്പോർട്ട് ചെയ്തോ. ക്യാമറ അവരെ നോക്കണം, അവരെ താഴെ. വിഷ്ണു കടപ്പറ്റി എന്ത് രണ്ട് വാക്ക്. സ്ഥലത്തിൻ്റെ പേരെന്തോ? വൈക്കം. വൈക്കം 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 നല്ലത്. വൈക്കം കോട്ടയത്തിൽ വൈക്കം റാന്നി ബ്ലോക്ക് മെഡിക്കലായിട്ട് നമ്മുടെ ഹരിച്ചേട്ടൻ്റെ ഭാര്യ സജിത ചേച്ചി ഒരു ചെറിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. തയ്യൽ കട, തുണിക്കട, എല്ലാം തുണിയെല്ലാം ഉണ്ട്. ഈ സംരംഭമാണ്. അത് എല്ലാവരും കഴിവതും മാക്സിമം അത് ഒന്ന് വിജയിപ്പിക്കണം. എടുത്ത് കാരണം വൈദ്യുതി വേണ്ടിയുള്ള സംഭവമാണ്. പിന്നെ ഈ കടയുടെ പേര് വനജ ടീച്ചറുടെ തയ്യൽ കട എന്നാണ്. ഇവിടെ സ്കൂൾ യൂണിഫോമും കുട്ടികൾക്ക് എല്ലാ വിധമായ വസ്ത്രങ്ങളൊക്കെ തയ്ക്കുകയും അതുപോലെ നമുക്ക് നൈറ്റിയൊക്കെ വാങ്ങിക്കാനും ഒക്കെ എല്ലാവരും വരിക. ഈ ഒരു സംരംഭം വിജയപ്രദമാക്കി തീർക്കുക. അതുപോലെ ഈ ഒരു
കടയ്ക്ക് എൻ്റെ എല്ലാവിധമായ ആശംസകളും മുൻപോട്ട് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഇതിനകത്തൊരു 500 ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നമസ്കാരം. ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് ഞാൻ, രണ്ടാമത് ഇപ്പോൾ കരിക്കുട്ടൻ ഇവിടെ റാന്നിയിൽ വരഞ്ഞ ടീച്ചറിന്റെ തയ്യക്കട എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആ വരഞ്ഞ ടീച്ചർ ശ്രദ്ധിക്കപ്പെട്ടതിന്റെ കൂട്ട് തന്നെ ഈ ഞാനിപ്പം ഹരിച്ചേട്ടൻ്റെ വലത ടീച്ചറിൻ്റെ തയ്യക്കടയിലാണുള്ളത്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അവർ സരിത ചേച്ചി നമ്മുടെ ഹരിച്ചേട്ടനോട് തുടങ്ങിയ ഒരു സംരംഭമാണിത്. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. എൻ്റെ കൂട്ടുകാരോ ഇതിനുണ്ടാവോ? ഇത് ഹരിച്ചേട്ടൻ്റെ മകനാണ്. ചേച്ചിയുടെ പറ്റി ഞാൻ പറയണേ, എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു കട. കാരണം ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹരിയാണെങ്കിൽ പെയിൻറ്റിങ് പണിക്കൊക്കെ പോകുന്ന സമയത്തെന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ തുച്ഛ വരുമാനം കൊണ്ടൊക്കെയല്ലേ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കടയിടാതെ സ്വന്തമായിട്ട് അതൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതെല്ലാം സാധിച്ചു. കാരണം ഹരിച്ചേട്ടൻ്റെ ഒരു ഇപ്പോഴത്തെ ഉയർച്ച എല്ലാം മൊത്തത്തിൽ അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. പത്തനംതിട്ട മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ അപ്പോഴേ പത്തനംതിട്ട കോമഡി എന്ന് പറയും. അതിന് വരജ ടീച്ചർ എല്ലാവരുടെ സപ്പോർട്ട്, എല്ലാവരുടെ സ്നേഹം, എല്ലാവരുടെ സഹകരണം, നമ്മളെ സ്നേഹം ഉറപ്പായിട്ടും കാണും. പ്രാർത്ഥന. ഞാൻ നമ്മളിതിനെ പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ കടയിൽ ഉറപ്പായിട്ടും വരട്ടെ. ഞാൻ ഇപ്പം ലേഡീസ് ഐറ്റംസുകൾ മാത്രമാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ മുന്നോട്ട് ഇതിന്റെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് വിജയിക്കായിരിക്കും. അടിപൊളിയായിട്ട് വിജയിക്കും. പോകാം. നേരത്തെ മറ്റേ ചേട്ടൻ പറഞ്ഞിടക്ക് ഹരിച്ചേട്ടൻ ഈ ഏരിയയിൽ പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ആളിറങ്ങും. അത് ഇപ്പൊ തന്നെ കണ്ടില്ലേ, എല്ലാവരും ചോദിച്ചു പറഞ്ഞു. നമ്മൾ ആരെ ക്ഷണിച്ചല്ല, ക്ഷണിച്ചെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വലിയ രീതിയിലൊന്നും നടത്താനൊന്നും അറിയാം. ഞങ്ങളുടെ ഒരു പ്രാർത്ഥന അത് നടത്തി ആ ചടങ്ങ് ചെയ്യുക, ഇതങ്ങ് കൊണ്ടുപോകാനാണ് നോക്കിയത്. പക്ഷെ ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു കേട്ട് എല്ലാവരും വന്ന് സഹകരിച്ചു. എല്ലാം സന്തോഷമായി. നല്ല ഇതായിരുന്നു. എനിക്കറിയത്തില്ല ശബ്ദം, രൂപമേ ഉള്ളൂ. രൂപം എന്തായാലും ഉണ്ടല്ലോ, അതൊരു ഉറപ്പായല്ലേ.
ഓക്കെ സമാധാനം. ചേട്ടാ പറ. ഹായ് നമസ്കാരം, ഞാൻ ബിനു ഗില്ലസ്. നമ്മുടെ പ്രിയപ്പെട്ട ചങ്കായ ഹരിയണ്ണൻ്റെയും സരിത ചേച്ചിയുടെയും പുതിയ സംരംഭമായ വനജ ടീച്ചറിൻ്റെ തുണിക്കടയുടെ ഉദ്ഘാടനമാണ് ഇവിടെ. ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനിയും മന്ദിരംപടി വഴി വരുന്ന എല്ലാവരും ഇവിടെ കയറി തുണി വാങ്ങിക്കുക. ആരും തുണിയില്ലാതെ ഇതിലെ പോകാൻ പാടില്ല. എല്ലാവർക്കും ആശംസിക്കുന്നു. ഓക്കെ. അപ്പോഴേ ചേട്ടൻ്റെ ഇവിടുത്തെ കട ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഇന്നത്തെ ചേട്ടൻ്റെ ഒരു ഇത് മാനസിക ഇത്? മാനസിക സുഖം ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മുടെ അതായത് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രവേശിൽ പോയ പിന്നെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. അപ്പോൾ വൈഫ് ഒരു കട നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ കട നമ്മൾ സ്വന്തമായിട്ടൊരു കട ഇടണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് നമ്മൾ ടീച്ചറെ സഹായിച്ച് ഒരു കടയിട്ട് ആ കട ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത് കണ്ണും പിള്ളേരും അതായത് ശുചിത്വം രാജേഷും ഞാനും കൂടി നമ്മുടെ കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും ജീവിതം ഭംഗിയായിരിക്കട്ടെ. അതുപോലെ ഈ കടയിൽ വരിക, കടയിൽ നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കെടുത്തരികയല്ല. ഓക്കെ, പിന്നെ ഉറപ്പായിട്ടും നമ്മളിതിലെ പോയിട്ട് ഉറപ്പായിട്ട് ഇറങ്ങുമല്ലോ. അപ്പം നിങ്ങൾ വന്നതിലേക്ക് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ശരി, ഓക്കെ ഓക്കെ. എല്ലാവരും നന്ദി സ്നേഹം അറിയിക്കുന്നു. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സംസാരത്തിലോ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തുവരെ മനുഷ്യനല്ലയോ അതെന്തെങ്കിലും ഒരു വർത്തമാനത്തിലൊന്നും ഒരു പാളിയാ പോലെ. കാരണം അത് നമുക്കത് ബാധിക്കുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ വലിയ പ്രസംഗമാക്കാൻ പോകുന്ന ശരി, ഓക്കെ. ഓക്കെ. കാരണം രാവിലെ ഭംഗിയായിട്ട് നടന്നു വന്ന എല്ലാവരോടും ഈ സ്ഥലത്ത് വന്ന എല്ലാവരോടും വരാൻ ആഗ്രഹിച്ചവർക്കും എത്താതെ പോയ ആൾക്കാർക്ക് എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല. അവർക്കും എൻ്റെ അധികം നല്ല നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടുള്ള സഹകരണം ഉണ്ടാകും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. നമ്മളെ ഐറ്റം വേറെ നമ്മളെ വനജ ടീച്ചറും അവരെ കുട്ടികളുടെ അതിൽ ഹരിച്ചേട്ടൻ്റെ കട ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈക്കത്താണ് നമ്മുടെ പത്തനംതിട്ട കഴിഞ്ഞിട്ട് നമ്മൾ റാന്നിയിലോട്ട് പോകുമ്പോൾ വൈക്കത്താണ് ഈ കട. എല്ലാവരും കടയിൽ വരിക, വന്ന് സപ്പോർട്ട് ചെയ്യുക. ചേച്ചിക്ക് അതൊരു തണലാവും. അപ്പോൾ ശരിയാവുക. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്ത പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മീനുകുട്ടി പറഞ്ഞ പോലെ അതെ, താങ്ക്സ് ഫോർ വാച്ചിങ്.